ഹായ് ഡിയേഴ്സ്, നല്ലൊരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കൂന്തൽ റോസ്റ്റൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാകും, പക്ഷെ ഞാൻ ഈ ഉണ്ടാക്കുന്ന സ്റ്റൈലാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിന് ഒപ്പം കഴിക്കാനാണെങ്കിൽ ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ, വേറെ കറീൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ നമുക്കിത് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനാദ്യം തന്നെ ഇത് ഞാൻ കൂന്തലൊക്കെ, നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്ന് പറയും, കണവ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ തലഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 2 കപ്പോളം ഉണ്ട് വൃത്തിയാക്കിയപ്പം. അത് ഒരു കപ്പ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. 1 കപ്പ് ഞാൻ മാറ്റി വെക്കും. ഇനി ഇത് വലിയ 2 സവാള എടുത്തിട്ടുണ്ട്, 2 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ. കാരണം തക്കാളി ഒരുപാട് ചേർക്കില്ല. അപ്പം ഇതൊരു പകുതി തക്കാളി ഇതിൻ്റെ തന്നെ ഞാൻ ചേർക്കുള്ളൂ, കാരണം നല്ല പുളിയുള്ള തക്കാളിയാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഇത് ഞാൻ സവാള നീളത്തിൽ തന്നെയാണ് കേട്ടോ അരിയുന്നത്. റോസ്റ്റിനല്ലേ, എന്തായാലും നന്നായിട്ട് നമുക്ക് ചുവക്ക വഴറ്റണം. അപ്പം നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ടാണ് കേട്ടോ അരിയ ഇങ്ങനത്തെ ഒരു ഐറ്റത്തിന്. കാരണം നമുക്ക് കടിക്കുമ്പം അത് കിട്ടാൻ പാടില്ല, പക്ഷേ അതിൻ്റെ ഫ്ലേവർ കിട്ടുകയും വേണം. അപ്പോൾ ഇത് നല്ല അളവിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് മൂപ്പിക്കും. എന്നിട്ട് അത് നന്നായിട്ട് ബ്രൗൺ ഒന്നും ആവരുത്, നന്നായിട്ടൊന്ന് മൂത്തിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വലിയ 2 സവാള നീളത്തിലരിഞ്ഞതും തൽക്കാലം ആ സവാളക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല കളറ് മാറി ചുവക്ക തന്നെ വറക്കുക കേട്ടോ. നല്ല റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഉള്ളി ചുവക്ക വറക്കുന്നതാണ് ആ റോസ്റ്റിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഉള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട്, ഉള്ളിന്ന് ഞങ്ങൾ സവാളേനെ ഉള്ളിന്നും പറയും കേട്ടോ, മറ്റത് ചെറിയ ഉള്ളി. അപ്പോൾ ഇതേ സവാളയൊക്കെ നല്ല ചുവന്ന കളറിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്, കാരണം ഇവിടെ കുട്ടികൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല. പിന്നെ അതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഞാൻ മൂപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ഇട്ട് ഞാൻ ഇളക്കുന്നൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടുള്ളൂ, ഇത് റോസ്റ്റിനകത്ത് ഇതുപോലെ, അത് വേറൊന്നുമല്ല കേട്ടോ, ഒരു പിടി തേങ്ങ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ കൂന്തലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഇത്തിരിശൊക്കെ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരിക്കണം മുമ്പ് അമ്മയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ ചോറിന് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ആ ഗ്രേവി മാത്രം എടുത്തിട്ട് കഴിക്കാം കേട്ടോ. കൂന്തലൊക്കെ കുട്ടികൾ പെറുക്കി തിന്നും, അപ്പോൾ നമുക്ക് ഈ ഗ്രേവി കിട്ടും. അപ്പോൾ ആ തേങ്ങയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ്. ഇനി ആ തേങ്ങ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ തേങ്ങക്കും കൂടി നല്ലൊരു വറുത്തെടുത്ത ഒരു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും വരും കേട്ടോ. പിന്നെ എരിവും ഇതൊക്കെ പിടിക്കുമ്പോൾ തേങ്ങക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഉള്ളി തോരൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഇതുപോലെ തന്നെ ഇങ്ങനെ. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊന്നും അങ്ങനെ ഇത്രയൊന്നും ഇടുകയും ചെയ്യില്ല, കുറച്ച് മാത്രം ചെറിയൊരു വെളുത്തുള്ളി കഷ്ണം മാത്രമേ ഉള്ളൂ, ഇഞ്ചിയൊന്നും ഇടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഉള്ളി തോരൻ ഉണ്ടാക്കിയിട്ടും കഴിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളി തോരനല്ലല്ലോ, നമ്മൾ റോസ്റ്റല്ലേ, കൂന്തൽ റോസ്റ്റല്ലേ. അപ്പോൾ ഞാനിത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചെറിയ തക്കാളിയുടെ 1/2 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ആ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയപ്പോൾ ഇത് നമ്മുടെ കഴുകി വെച്ചതാണ്. എന്നാലും കുറേ നേരം അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കഴുകിയിടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൂന്തലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം കൂന്തൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 കപ്പോളം എൻ്റെ കയ്യിൽ വൃത്തിയാക്കിയത് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 കപ്പ് മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൂടി വെക്കുക. എന്നിട്ട് പിന്നെ വേറൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് ആ കൂന്തലൊക്കെ വെന്ത് ആ കൂന്തലിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് വരും കേട്ടോ. അതൊക്കെ വറ്റിക്കഴിഞ്ഞ് ആ കൂന്തലൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ കണ്ട് ഒന്നുകൂടി റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ മുരിഞ്ഞ തേങ്ങയൊക്കെ ഇപ്പോഴേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മുരിഞ്ഞ തേങ്ങയും ആ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളിയും എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ.